ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാമിൻ്റെ GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, തൃശ്ശൂർ ജില്ലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാം? 1. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. 2. കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അതും ശരിയാണ്. 3. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അത് തെറ്റാണ്. 4. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് തൃശ്ശൂർ. അതും തെറ്റാണ്. നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 ശരിയാണ്. വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏത്? വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഏത്? ആൻസർ ഓപ്ഷൻ സി, ഭാരതപ്പുഴ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റായത് ഏതെല്ലാം? തെറ്റായ വിവരങ്ങളാണ് ചോദിച്ചത്. 1. പിതാവ് മോത്തിലാൽ നെഹ്റുവാണ്. 2. അദ്ദേഹം ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. അത് രണ്ടും ശരിയാണ്. 3. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അത് തെറ്റാണ്. 4. രാജ്ഘട്ട് നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ്. അതും തെറ്റാണ്. അപ്പം ആൻസർ ഓപ്ഷൻ സി, 3, 4. അടയിരിപ്പ് കാലം തീരുന്നതുവരെ പെൺപക്ഷി പുറത്തു പോകില്ല. കൂടിൻ്റെ വായ്ഭാഗം അടച്ചു വെച്ചുകൊണ്ട് കൊക്കു മാത്രം പുറത്തേക്കിടുന്നു. ആൺപക്ഷി ഭക്ഷണം നൽകുന്നു. ഏത് പക്ഷിയുടെ പ്രത്യേകതയാണിത്? ആൻസർ ഓപ്ഷൻ സി, വേഴാമ്പൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെക്കുറിച്ച് ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബാലഗംഗാധര തിലക്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. എന്നാൽ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ആർ ബിന്ദു. കേരള നിയമസഭ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കേരള നിയമസഭ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ഭവൻ? ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ഭവൻ? ആൻസർ ഓപ്ഷൻ ഡി, ഗവർണർ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായി വരുന്ന മറ്റൊരു സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അരുണാചൽ പ്രദേശ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത്? 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, നാനാ സാഹിബ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാര്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാര്? ആൻസർ ഓപ്ഷൻ എ, താന്തിയ തോപ്പി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? ആൻസർ ഓപ്ഷൻ എ, സരോജിനി നായിഡു. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മുത്തങ്ങ. ഇടുക്കി ജില്ലയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? 1. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ്. തെറ്റാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഇടുക്കിയാണ്. അതും തെറ്റാണ്. തേക്കടിയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന കുമളി ഇടുക്കിയിലാണ്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി, 2, 3. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ എ, KK നീലകണ്ഠൻ. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1883. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത്?
ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആൽബട്രോസ്. പാതിരാമണൽ പക്ഷി സങ്കേതം ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാതിരാമണൽ പക്ഷി സങ്കേതം ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തതിൽ ശരിയായ ജോഡി ഏതെല്ലാം? പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് കൊടുത്തത്. ഒന്ന് മംഗളവനം എറണാകുളം ജില്ല, കുമരകം കോട്ടയം ജില്ല, തട്ടേക്കാട് മലപ്പുറം. അത് തെറ്റാണ്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. കടലുണ്ടി എറണാകുളം. അതും തെറ്റാണ്. കടലുണ്ടി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ 1, 2. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തട്ടേക്കാട്. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ കുറിഞ്ഞിമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായ കുറിഞ്ഞിമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ എ ഇടുക്കി. കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത്? കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ്. താഴെ തന്നിരിക്കുന്നവരിൽ 2025 ഡിസംബറിൽ അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകൻ ആരാണ്? താഴെ തന്നിരിക്കുന്നവരിൽ 2025 ഡിസംബറിൽ അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകൻ ആരാണ്? ഓപ്ഷൻസ് എ ശ്രീനിവാസൻ, ബി കലാഭവൻ നവാസ്, സി ഷാഫി, ഡി ഷാജി എൻ കരുൺ. 2025 ഡിസംബറിൽ അന്തരിച്ചതാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ശ്രീനിവാസൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേത്? ആൻസർ 1920 കുറേ പേർ ശരി ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കമൻറ്റ് ചെയ്തത് അഫ്ലഹ്, മുഹമ്മദ് ഷാദിൻ, അതുപോലെ ഹഷ്മിൽ ജഹാൻ എന്നീ കുട്ടികളാണ്. വേറെയും ഒരുപാട് പേർ ശരിത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ, ആൻസർ എഴുതിയിടുന്നതിനോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതിയിടാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.